IPL താരലേലത്തിൽ മിന്നും താരങ്ങളായി ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 27 കോടിക്കാണ് ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജയന്റ്സ് സ്വന്തമാക്കിയത്. 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യറിനെ പഞ്ചാബ് കിങ്സും ടീമിലെത്തിച്ചു. ഇതിനു പുറമെ 18 കോടി രൂപയ്ക്ക് അർഷദീപ് സിംഗിനെയും യുസവേന്ദ്ര ചാഹലിനെയും പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. MS ഹരികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരി, അക്ഷരാർത്ഥത്തിൽ പന്തും ശ്രേയസ് അയ്യരും ഞെട്ടിച്ചു അല്ലേ? തീർച്ചയായും ഹരി, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിൽ പന്ത് ഞെട്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ശ്രേയസ് അയ്യർ 100% ഞെട്ടിച്ചു എന്ന് പറയേണ്ടി വരും. 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യറിനെ സ്വന്തമാക്കുമ്പോൾ 27 കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കുന്നു. ഇതുവരെ മാർക്കി സെറ്റിലെ 2 സെറ്റാണ്. അതിൽ ഒരു സെറ്റിൽ 6 പ്ലെയർ വെച്ച് 12 പ്ലെയേഴ്സ് ആണ് ഇതുവരെ. ഇപ്പോൾ ഓപ്ഷനിൽ ബ്രേക്ക് ആണ്. 2 സെറ്റാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത്. അതിൽ 12 പ്ലെയേഴ്സിൽ ഏകദേശം 180 കോടി രൂപയാണ് ഇതുവരെ 10 ഫ്രാഞ്ചൈസികളുമായി ചേർന്ന് സ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. 12 പ്ലെയേഴ്സിൽ 180. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ആദ്യമായി പൂർണ്ണമാകുമ്പോൾ IPL ചരിത്രത്തിലും ഇത് ചരിത്രമാണ്. 180 കോടി രൂപ ഫസ്റ്റ് സെറ്റിൽ തന്നെ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമുക്കൊന്ന് വ്യക്തമായപ്പോൾ ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും ഈ ടീമിന്റെ ലൈനപ്പുകളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. SRHൽ ഇതുവരെ അവരാകെ സ്വന്തമാക്കിയിരിക്കുന്നത് മുഹമ്മദ് ഷമിയാണ് ഇത്തവണത്തെ ഓപ്ഷനിൽ ഇതുവരെയുള്ള സമയത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ബാക്കി ഹെൻറിച്ച് ക്ലാസൻ, പാറ്റ് കമിൻസ്, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, നിതീഷ് കുമാർ റെഡ്ഡി, ഇങ്ങനെയാണ് സൺറൈസേഴ്സിന്റെ നിലവിലത്തെ ടീം ലൈനപ്പ് നിൽക്കുന്നത്. RCB അതേപോലെ തന്നെ ലിയം ലിവിങ്സ്റ്റനെയാണ് ഈ ഓപ്ഷനിൽ ഇതുവരെയുള്ള സമയത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ബാക്കി വിരാട് കോഹ്ലി, രജത് പതീദാർ, യശ് ദയാൽ, ഇങ്ങനെ 3 പ്ലെയേഴ്സിനാണ് RCB നേരത്തെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ അവരുടെ ടീം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. യാതൊരുവിധ പ്ലെയേഴ്സിനെയും രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിട്ടില്ല. ജയ്സ്വാളും സാംസണും, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ്, ഹെഡ്മയർ ആൻഡ് സന്ദീപ് ശർമ്മ, ഈ 6 പ്ലെയേഴ്സാണ് രാജസ്ഥാൻ റോയൽസ് ലൈനപ്പിൽ നിൽക്കുന്നത്. ഇത് നേരത്തെ റീറ്റെയിൻ ചെയ്ത 6 പ്ലെയേഴ്സാണ്. ഈ ഓപ്ഷനിൽ ഇതുവരെ രാജസ്ഥാൻ റോയൽസ് ഒരു പ്ലെയേഴ്സിനെയും വാങ്ങിയിട്ടില്ല എന്നുള്ളതും ഉറ്റുനോക്കണം. ഇനി അടുത്തതായി വരാൻ പോകുന്നത് സെറ്റ് 3 ആണ്. സെറ്റ് 3ൽ നിലവിൽ ബാറ്റേഴ്സിനാണ് സ്ലോട്ട്. ആ സെറ്റിൽ 6 പ്ലെയേഴ്സാണ് നിൽക്കുന്നത്. അതിൽ പ്രധാനമായും നിൽക്കുന്നത് ഇന്ത്യൻ താരമായ ദേവദത്ത് പടിക്കൽ, എയ്ഡൻ മാർക്കറം, ജേസൺ ഫ്രേസർ മർഗക്ക്, ഡേവിഡ് വാർണർ, ഇങ്ങനെ 6 പ്ലെയേഴ്സാണ് ഈ ഒരു സെറ്റിൽ നിൽക്കുന്നത്. അടുത്ത സെറ്റാണ് ഓൾറൗണ്ടേഴ്സ്. അതിനകത്താണ് രവിചന്ദ്രൻ അശ്വിൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ നിൽക്കുന്നത്. സെറ്റ് 3ൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്ലെയറാണ് ഹാരി ബ്രൂക്ക്. ഹാരി ബ്രൂക്കിന് എങ്ങനെയായിരിക്കും? ഹാരി ബ്രൂക്കിന് അടിസ്ഥാന വില 2 കോടിയാണ്. ഇംഗ്ലണ്ട് താരമാണ്. ഹാരി ബ്രൂക്കിന് എത്ര കോടി രൂപയ്ക്കായിരിക്കും സ്വന്തമാക്കുന്നത് എന്നുള്ളതും എടുത്തു നോക്കേണ്ടതാണ്. നമുക്ക് മറ്റ് ടീം ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസും ഇതുവരെ ഒരു പ്ലെയേഴ്സിനെയും സ്വന്തമാക്കിയിട്ടില്ല. അവരുടെ നിലവിലത്തെ സ്ക്വാഡ് ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, തിലക് വർമ്മ എന്നിങ്ങനെ 5 പ്ലെയേഴ്സാണ്. LSG ലക്നൌ സൂപ്പർ ജയന്റ്സ് ആണ് ഞെട്ടിച്ചുകൊണ്ട് ഋഷഭ് പന്തിനെ 27 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ അവർ റീറ്റെയിൻ ചെയ്ത പ്ലെയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഋഷഭ് പന്തിനെ മാത്രമല്ല ഡേവിഡ് മില്ലറിനെയും സ്വന്തമാക്കിയിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജയന്റ്സ് ആണ്. അവരോടൊപ്പം തന്നെ നിക്കോളസ് പൂരൻ, മയങ്ക് യാദവ്, രവി ബിഷ്ണോയ്, ആയുഷ് പദോനി, മോസിൻ ഖാൻ, ഈ 5 പ്ലെയേഴ്സിനാണ് ലക്നൌ നേരത്തെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.